ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളെ ഒരുപാട് കാണാ കാഴ്ചകളിലോട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുപോകും. ഇന്ന് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയാവുന്ന സ്നോ വേൾഡിലാണ്. അത്ഭുതകരമായ കാഴ്ചകളും കുറേ മാജിക്കൽ വേൾഡുകളും ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ. നമ്മളിപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്നോ വേൾഡ് മാത്രമല്ല, ഇവിടെ അപ്സ് ആൻഡ് ഡൗൺസ് തലകീഴായിട്ട് കാണുന്നത്, അതുപോലെ തന്നെ ലിവിങ് ഡെഡ്സ്, എനിക്കൊന്നെന്തോ ഹൊറർ ഏരിയ ആണ്, അതുപോലെ റെയിൻ ഫോറസ്റ്റുകൾ, പിന്നെ ഒരു 3D ഒരു കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിള്ളേർക്ക് ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ആവുന്ന പലതും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയത്തില്ല ഇവിടെ എന്തൊക്കെ ഇവർ പറയുന്ന പോലെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അകത്ത് കയറിയാലേ അറിയാവുള്ളൂ. നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്നോ വേൾഡിലോട്ട് പോകാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി ടിക്കറ്റൊക്കെ എന്തായാലും എടുക്കാം, എല്ലായിടത്തോട്ടുള്ള എടുക്കാം. എന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സക്സസ്ഫുൾ ആണ്, ഫുൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കും വരാവുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഞാൻ റേറ്റ് എത്രയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് സ്നോ വേൾഡിൽ പോകാം. നിങ്ങൾ വാ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയി ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ബ്ലൂ പാക്കേജാണ്, എല്ലായിടത്തും കയറുന്നത്. അതുകൊണ്ട് അഡൽട്ട്സിന് വലിയവർക്ക് 900 രൂപയും കുട്ടികൾക്ക് വരുന്നത് 750 രൂപയാണ് വരുന്നത്. ഇപ്പോൾ സ്നോ വേൾഡ് മാത്രമാണെങ്കിൽ വലിയവർക്ക് 700, കുട്ടികൾക്ക് 550 റേറ്റ് വരുന്നത്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നമ്മളിനി അകത്തോട്ട് കയറുകയാണ്. ഫസ്റ്റ് ഈ ഒരു പോർഷനിലാണ് നമ്മൾ എത്തുന്നത്. ഇത് സ്നോ വേൾഡിൻ്റെ ആഘോഷമല്ല, നമ്മൾ ആദ്യം ഇവരുടെ റിസപ്ഷൻ ഏരിയയിലെത്തും. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനകത്തിടുന്ന ഡ്രസ്സുകൾ, പിന്നെ നമ്മുടെ ചെരുപ്പും ഷൂസും സോക്സും എല്ലാം ഊരണം. അവരവിടുന്ന് തരുന്ന ഷൂവ്, അവരവിടുന്ന് തരുന്ന ഇതിന് മുകളിലിടാനുള്ള ജാക്കറ്റ്, കുറച്ച് തണുപ്പിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളുണ്ടല്ലോ, സ്വെറ്റർ പോലത്തെ, അതെല്ലാം അവരവിടുന്ന് തരും. ക്യാപ്പ്, ഗ്ലൗസ്, ഇതൊക്കെ തരും. കാരണം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇത് സ്നോ വേൾഡ് അല്ല, ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ അവരിത് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ, നിരത്തി വെച്ചിട്ടുണ്ട് കുറേ ഷൂസും കാര്യങ്ങളും ഒക്കെ തണുപ്പത്തിടുന്ന ടൈപ്പിൽ. അപ്പോൾ നമ്മുടെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നു. സത്യത്തിൽ ഈ ചെരുപ്പിന് തന്നെ നല്ല ഭാരമുണ്ട്. ഈ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വന്നാൽ എല്ലാവരും തന്നെ ഇപ്പോൾ ജാക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഇട്ട് പോകണം. നമുക്കിവിടുന്ന് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ജാക്കറ്റ്, ഗ്ലൗസ്, പിന്നെ ഈ ഹെവി ആയിട്ടുള്ള ഒരു ഷൂ. സത്യം പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ അല്ല, എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഇത് അതിനകത്ത് ഇനി ഭയങ്കര തണുപ്പാണെങ്കിലും അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്നോ വേൾഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ. നമ്മളിപ്പോൾ കണ്ട റിസപ്ഷൻ ഏരിയയിൽ നിന്ന് അടുത്ത ഒരു കവാടം കടന്ന് അടുത്ത വേറൊരു ഹാളിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെയും കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഒരു കവാടം കൂടെ കടന്നാലാണ് നമ്മൾ സ്നോ വേൾഡിനുള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈമിങ് തന്നിരിക്കുന്നത് 12:30 ആണ്. അപ്പോൾ അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഈ ഹാളിൻ്റെ തന്നെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ? അതായത് തൊട്ടപ്പുറം സ്നോ വേൾഡ് ആണ്, അവിടെ നിന്ന് തണുപ്പ് ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പാക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വോളുകളാണ് ഇവിടെ ഉള്ളത്. തുറന്നിരിക്കുകയാണ്. നമുക്ക് അകത്തോട്ട് പോവുകയാണ് സ്നോ വേൾഡിലോട്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല ഇതാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ സ്നോ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കന്തോറും തണുപ്പ് കൂടുന്നുണ്ട്.
ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളെ ഒരു സാധനം ഞാൻ കാണിക്കാം. ഇഗ്ലു നമ്മുടെ ഇഗ്ലു എസ്കിമോകളുടെ വീടായിട്ടുള്ള ഇഗ്ലു ആണ്. ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സ്നോ വെച്ചിട്ടൊന്നുമല്ല, നമ്മൾ ശരിക്കുള്ള ഇഗ്ലു സ്നോ വെച്ചിട്ട് തന്നെയാണ്. ഇത് സ്നോ അല്ല, ഇത് അവരല്ലാതെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുക. ഞാൻ ഫുള്ള് അകത്തോട്ടൊന്നും കയറുന്നില്ല, ഫുള്ള് ഇരുട്ടാ. ഞാൻ ഇവിടെ നിൽക്കാം. ഇതാണ് ഇപ്പോൾ ഈ വന്ന സ്നോ വേൾഡിലെ ഏറ്റവും തണുപ്പുള്ള കോർണർ. നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ ഐസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഐസ് മെൽറ്റ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ അത് 0 ഡിഗ്രി താഴെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ 0 ഡിഗ്രി താഴെയാണ്, ഐസൊന്നും മെൽറ്റ് ആകുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും ഞാൻ കവർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഇവിടെ. ഈ ഒരു കോർണർ നല്ലതായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട്. സ്ലൈഡുകൾ, അതുപോലെ ഇങ്ങനെ കയറുന്ന വലിയ പാറ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ സ്ലൈഡുകൾ പറഞ്ഞുള്ള കയറുന്ന സ്ലിപ്പാകുന്നുണ്ട്. അവിടെ തന്നെ ഒരു മരം സെറ്റ് ചെയ്തിട്ട് വേറമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിത് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങാം. വലിയ സ്ലൈഡാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പോവുകയാണ് ഇങ്ങോട്ട് സൈഡിൽ കയറാനായിട്ട്. വലിയ സൈഡാണ്, നേരെ ഈ പറഞ്ഞതുപോലെ മഞ്ഞിലോട്ട് വന്ന് ഇറങ്ങുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ലൈറ്റും അതുപോലെ മ്യൂസിക് ഒക്കെ ഇടയ്ക്ക് പ്ലേ ചെയ്യും. അവർ ഫുള്ളിവിടെ ലൈറ്റിങ് വന്നിട്ട് മ്യൂസിക് പ്ലേ ചെയ്യും, സ്നോ സ്പ്രെഡ് ചെയ്യും, മഞ്ഞിങ്ങനെ പൊഴിക്കുന്ന രീതിയിൽ അതൊക്കെ അവർ ചെയ്യും. ഇറങ്ങി ഓൾമോസ്റ്റ് 1 ഹവറാണ് നമുക്ക് സ്നോ വേൾഡിൽ അവർ തന്നിട്ടുള്ളത്. അതിൽ ആദ്യം കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉള്ളൂ, ഞാനും നിന്നു. പക്ഷേ ഒരു പകുതിയായി കഴിയുമ്പോൾ അവർ പിന്നെ മിസ്റ്റ്, ഭയങ്കര സ്നോ ആയിട്ടുള്ള മിസ്റ്റും അതുപോലെ നമുക്ക് നല്ലൊരു കാറ്റും കുറേ മഞ്ഞ് വരും. ആ സമയത്ത് നല്ല ഒരു തണുപ്പുണ്ട്. നമുക്ക് അവർ ജാക്കറ്റ് ഷൂസൊക്കെ തന്നെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പകുതി പേര്, ഞാൻ ഉൾപ്പെടെ, ഒരു പകുതി സ്റ്റേജ് 1 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ വെളിയിൽ ഇറങ്ങി. കാരണം തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ വയ്യായിരുന്നു. അവരുടെ ഷൂ ഇട്ടെന്ന് പറഞ്ഞാലും കാലിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുപേരൊക്കെ അതിൽ നിന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ അതിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പകുതി സ്റ്റേജ് വരെ വളരെ കംഫർട്ടബിളാണ്. പകുതി കഴിയുമ്പോൾ അത്രയും തണുപ്പൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മളൊരു കാശ്മീരൊക്കെ പോയി ഒരു കറക്റ്റൊരു സ്നോ വേൾഡിൽ പോയ ശരിക്കും ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്. ഞാൻ ഫുൾ ടൈം നിന്നിട്ടില്ല. ഫുൾ ടൈം നിന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കാം എങ്ങനെയായിരുന്നു അവർക്ക് ഫീൽ ചെയ്തതെന്നുള്ളത്. സോക്സ് എല്ലാം ഊരി കഴിഞ്ഞിട്ട് പുതിയ അത് കഴിഞ്ഞിട്ടില്ല നെൽത്തോട്ടേക്കുന്ന സാധനം അതിനെ പിടിച്ച്. ഇതുപോലെയുള്ള കാഴ്ചകളും വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.